നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന സീറ്റുകൾ നമുക്കിവിടെ കാണാം. വിള്ളലേറ്റിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ചില ഭാഗങ്ങൾ കാണാം. മഴ പെയ്ത ചിലപ്പോൾ കളി കാണാൻ വരുന്ന ആരാധകരുടെ ദേഹത്തേക്ക് മൊത്തമായിട്ട് വരുന്ന ഹോളുകൾ വരെ നമുക്ക് കാണാം. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുള്ള നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ടീമായ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ് കലൂർ കൊച്ചി സ്റ്റേഡിയം എന്ന് പറയുന്നത്. സ്വാഭാവികം എല്ലാ വർഷം വരുമ്പോഴും കൊച്ചിയുടെ പുനരുദ്ധാരണത്തിനെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസും അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാർത്തകളൊക്കെ കാണുന്നതാണ്. പക്ഷേ അതൊക്കെ വെറും വാക്കുകളായിട്ട് മാത്രം മാറുന്ന ദൃശ്യങ്ങളാണ് ഇക്കാലം അത്രയും നമ്മൾ കണ്ടിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറം FC എന്ന് പറയുന്ന കേരള സൂപ്പർ ലീഗിൽ പന്ത് തട്ടാൻ പോകുന്ന ഈ ഒരു ടീമിനെയാണ്. ഏകദേശം 5-6 ടീമുകളോളം കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുമായിട്ട് പന്ത് തട്ടാനായിട്ട് ഒരുങ്ങുന്ന ഒരു ലീഗാണ് KSL എന്ന് പറയുന്നത്. അപ്പൊ ഈ കേരള സൂപ്പർ ലീഗില് മലപ്പുറം FC എന്ന് പറയുന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം 15 ഏക്കറോളം വായക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ട് അവര് ഫണ്ട് ഇറക്കിയിട്ടുണ്ട്. അതായത് പുതിയ സ്റ്റേഡിയം ഉണ്ടാക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ സ്റ്റേഡിയമായിട്ട് നമ്മുടെ പയ്യനാട് സ്റ്റേഡിയമാണ് അറിയപ്പെടുന്നത്. മറ്റേ അവരുടെ പ്രാക്ടീസ് ഗ്രൗണ്ട് ആയിട്ട് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികം KSL അതായത് കേരള സൂപ്പർ ലീഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വായക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 15ഓളം ഏക്കറിൽ ഒരു സ്റ്റേഡിയത്തിന്റെ പണികൾ ഇങ്ങനെ തുടങ്ങാനുള്ള സാധ്യത ഉണ്ട്. കാരണം അവർ വാങ്ങി വെച്ചിട്ടുണ്ട്. മലപ്പുറം FC എന്ന് പറയുന്നത് ഏകദേശം 30ഓളം കോടി രൂപ മൂല്യമുള്ള ഒരു ക്ലബ്ബാണ് എന്ന് മാത്രം. ഇനി നമുക്ക് രണ്ടു കൂടെ ഒന്ന് മെർജ് ചെയ്ത് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ISLലെ ഒരു ക്ലബ്ബാണ്. അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഒരു ക്ലബ്ബ്. കേരളത്തെ മാത്രം റെപ്രസെന്റ് പോകുന്ന ഒരു ക്ലബ്ബാണ്. ഐ ലീഗിൽ നമുക്ക് എന്താ പറയാ ഗോകുലം കേരളം ഉണ്ട്. അത് നമുക്ക് അവിടെ നിർത്താം. സ്റ്റേഡിയത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഗോകുലത്തെ കുറച്ചാണ് മാറ്റി നിർത്താം. നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. കാരണം ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത് ഇന്ന് ISLനാണ് ഇന്ത്യയിൽ. അപ്പോ ഈ ISLനെ സംബന്ധിച്ചിടത്തോളം ഇത്രക്കും ടീമുകളൊക്കെ അതായത് ഇന്ത്യ തന്നെ പ്രതീക്ഷ പുലർത്തുന്നത്, ഇന്ത്യൻ ഫുട്ബോളിലെ പ്രതീക്ഷ പുലർത്തുന്നത് ഈ ISLന്റെ ടീമിലുള്ള ആൾക്കാരെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക്, അതായത് താരങ്ങളെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് എടുത്തിട്ടാണ്. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു ക്ലബിന്റെ ഹോം ഗ്രൗണ്ടിന്റെ ദാരുണമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. മലപ്പുറം FC വരുമ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു ലീഗ് മത്സരത്തിലെ ഒരു ക്ലബ്ബാണ് മലപ്പുറം FC എന്ന് പറയുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ ഒരു സ്റ്റേഡിയം വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി, അതായത് സ്റ്റേഡിയം ഉണ്ടാക്കാനുള്ള രീതികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണം പറയാൻ. ഇനി നമുക്ക് ഒന്നായിട്ടൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറം FCയെ പോലെ തന്നെ ബാക്കിയുള്ള 5 ക്ലബ്ബുകളും, അതായത് കേരളത്തിലുള്ള 5 ക്ലബ്ബുകളും വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലത്തും നല്ല രീതിയിലുള്ള സ്റ്റേഡിയങ്ങൾ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഒരു പക്ഷെ KSL നടക്കാത്ത സമയത്താണെങ്കിൽ അവിടെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് വരും കാലത്ത് ഉണ്ടാകുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മലപ്പുറം FCയെ സംബന്ധിച്ചിടത്തോളം കേരള സൂപ്പർ ലീഗ് എന്ന് പറയുന്ന ആ ടൂർണമെന്റ് ഒരു പക്ഷെ നിലക്കുകയാണെങ്കിൽ, ഒരുപാട് മുന്നോട്ട് പോകാതെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ISLലേക്ക് ഡെബ്യൂ ചെയ്യാൻ പറ്റിയ ഒരു ക്ലബ്ബ് തന്നെയാണ് അവര്. കാരണം പൈസ ഉണ്ട്, നല്ല രീതിയിലുള്ള മാനേജ്മെന്റും കരിയറൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ്. സ്വാഭാവികം അവരുടെ ഇത്തവണത്തെ ഹെഡ് കോച്ച് എന്ന് പറയുന്നത് 2017-18 ISL സീസണിലെ കോച്ച് ഓഫ് ദി ഇയർ കിട്ടിയിട്ടുള്ള ചെന്നൈയിൻ FCയുടെ കോച്ചാണ്. അദ്ദേഹം ഒരു ISL ടൈറ്റിൽ വിന്നറാണ്. അപ്പോ അദ്ദേഹം ഇങ്ങോട്ട് മലപ്പുറം FCയിലേക്ക് വരുമ്പോ ഈ ഒരു സീസൺ, അതായത് ഈ ഒരു സീസണോട് കൂടി അല്ലെങ്കിൽ 2-3 സീസണോട് കൂടി ഇത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ISLലേക്ക് ഡെബ്യൂട്ട് ചെയ്യാനായിട്ട് മലപ്പുറം FC എന്തായാലും ശ്രമിക്കും എന്നുള്ളതാണ്. കാരണം മലപ്പുറത്തെ ഫുട്ബോൾ ഭ്രാന്തന്മാരെ പറ്റിയിട്ട് നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഇതിന് വേണ്ടിയിട്ടുള്ള പകലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ അത് മാത്രമല്ല, അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കൊടുത്തുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ബാക്കിയുള്ള എല്ലാ ക്ലബ്ബുകളും വിചാരിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ക്ലബ്ബ് തീർച്ചയായിട്ടും കുറച്ച് ആവി വിഴുങ്ങിയിരിക്കേണ്ടി വരും. കാരണം ഏകദേശം 10-11 കൊല്ലായി ഇതുവരെയായിട്ട് ഒരു ട്രോഫി ഇല്ല എന്നുള്ളതാണ്. ആരാധകർ വിചാരിക്കുന്ന തരത്തിലേക്ക് ക്ലബ്ബ് നമുക്കൊരു സപ്പോർട്ട് തരുന്നില്ല എന്നുള്ളതാണ്. അതായത് അങ്ങോട്ട് നീക്കം തരുന്നില്ല എന്നുള്ളതാണ്. വരും സീസണുകളിലൊക്കെ, എല്ലാ സീസണുകളിലും നമുക്ക് എന്താണ് പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ. അതായത് കുറെ കഴിയുമ്പോൾ നമ്മൾ ആകെ മൂഞ്ചി തെറ്റാണ്. സ്വാഭാവികം ബ്ലാസ്റ്റേഴ്സിനോട് കിടപിടിക്കാനായിട്ട് ഐ ലീഗിൽ നിന്ന് ഗോകുലം കേരളയോ അതല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ക്ലബ്ബോ ISLലേക്ക് ഡെബ്യൂ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു സമ്മർദ്ദം അവിടെ ഉണ്ടാകും. അതായത് നല്ല രീതിയിലുള്ള ഒരു യുദ്ധം തന്നെ കാണാൻ പറ്റും. ചിലപ്പോ കേരളത്തിലെ പല കുട്ടികളും വികസിച്ച് വന്നേക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ
പലർക്കും ഒരുപാട് ചാൻസുകൾ കിട്ടിയേക്കാം, കേരള ഫുട്ബോളിനെ വളർത്താനായിട്ട് കഴിഞ്ഞേക്കാം എന്നും എനിക്ക് തോന്നുന്നുണ്ട്. സോ ഈ വീഡിയോ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടാം.